ഹലോ ബൽബള, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് സ്റ്റാൻഡ് എലമെൻറ്റ്. ഈ ഹാൻഡ് സ്റ്റാൻഡ് എലമെൻറ്റ് നമ്മൾ ഒരു 3 രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. പഠിപ്പിക്കാൻ മീൻസ് ഈ 3 രീതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമ്മൾ ഇൻസ്റ്റാ യൂട്യൂബ് ട്യൂട്ടോറിയൽ അപ്ഡേറ്റ് നമ്മൾ തരും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓൺലൈനിലൂടെ നിങ്ങൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. രണ്ടാമത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. ഈ 1 ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എനിക്ക് പേഴ്സണലായിട്ട് അറിയിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പേഴ്സണലായിട്ട് ഉണ്ട്. മൂന്നാമത് സംബന്ധിച്ചാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര വീഡിയോ കണ്ടാലും ഇപ്പോൾ ഞാൻ മാത്രമല്ല വേറെ ആളുകൾ ഹാൻഡ് സ്റ്റാൻഡിൻ്റെ ട്യൂട്ടോറിയലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് നമ്മളൊരു ഗൈഡ്, ഒരു കോച്ച്, ഒരു പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ള നിലക്ക് നമ്മൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പേഴ്സണൽ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയം. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തുതരാം, നമുക്കൊരു 3 എക്സസൈസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് ഒരു ബിഗിനിങ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കാര്യം ചെയ്യണം. ബിഗിനിങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് തരാം, ഹാൻഡ് സ്റ്റാൻഡിൻ്റെ ഒരു 3 എക്സസൈസും ഞാൻ എന്ത് തരാം, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇൻസ്റ്റ യൂട്യൂബ് ട്യൂട്ടോറിയലായിരിക്കും ഒന്നാമത്. രണ്ടാമത് 1 ഡേ വർക്ക്ഷോപ്പ്. 1 ഡേ വർക്ക്ഷോപ്പിൻ്റെ ഡേറ്റ് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അറിയിച്ചുതരാം. മൂന്നാമത് ഈ പറയുന്ന പേഴ്സണൽ ട്രെയിനിങ്. ഇതിപ്പോൾ വിദേശത്തുള്ളവർ കാണാനുണ്ടാവും, അതുപോലെ പുറത്ത് ഉള്ളവർ കാണാനുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫ്ലൈനായിട്ടും ഉദ്ദേശിക്കുന്നവർ നമ്മളിവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. ക്ലബ്ബുണ്ട്, മലപ്പുറം താനൂരുണ്ട്, അതുപോലെ പെരിന്തൽമണ്ണ ഉണ്ട്. ഈ 2 സ്ഥലത്തും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 സ്ഥലത്തും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ അറിയിക്കുക. പിന്നെ സപ്പോർട്ട് മറക്കണം. ഓക്കെ. അവർ 3 എക്സസൈസ് ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹാൻഡ് സ്റ്റാൻഡ് പ്രത്യേകിച്ചാൽ ഏത് കളറാണ്, ചെറിയ ആളായാലും ഇത്ര മുതിർന്ന ആളായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം. സ്ട്രെങ്ത് ഡെവലപ്പ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്താൽ ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡ് സ്റ്റാൻഡ് മാക്സിമം നല്ല അടിപൊളി നിൽക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ പൈക്ക് പുഷപ്പാണ്. പൈക്ക് പുഷപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതിൽ അറിവുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവരുണ്ടോ? ഈ പൈക്ക് പുഷപ്പിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പൈക്ക് പുഷപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കാലിനോട് അടുപ്പിച്ചിട്ട് അപ്പോൾ കാലിനോട് കൈയോട് കൂടുതൽ അടുപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ പവർ വരും ബോഡിയിലേക്ക്. അതായത് ഈ ഷോൾഡറിലേക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ. അപ്പോൾ അതിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോസ് നിലത്ത് മുട്ടുന്ന രൂപത്തിൽ അത്രയും താഴ്ത്തുക. ഓക്കെ. 1 2 3 4 5. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. മാക്സിമം എത്രത്തോളം, അതായത് എൻഗേജ്ഡ് ആവാം, കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യും. അപ്പോൾ പൈക്ക് പുഷപ്പിൻ്റെ പ്രത്യേകിച്ചാൽ നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പൈക്ക് പുഷപ്പ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതിന്. അപ്പോൾ പൈക്ക് പുഷപ്പ് മാക്സിമം കൂടുതൽ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. രണ്ടാമത് വരുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഫ്രോഗ് സ്റ്റാൻഡ്. ഈ ഫ്രോഗ് സ്റ്റാൻഡ് പറഞ്ഞാൽ ചിലവർ നിൽക്കൽ നമ്മൾ മുട്ടിൽ ഇങ്ങനെ കൈയാക്കിയിട്ടായിരിക്കും കൂടുതൽ പേരും നിൽക്കുക. നമ്മളത് ഒഴിവാക്കി നമ്മൾ ജിംനാസ്റ്റിക് സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് മാറ്റാം. അങ്ങനെ എങ്ങനെ ചെയ്യുക വെച്ചാൽ, നമ്മൾ കൈ ഒരിക്കലും മടക്കുക. ഈ മടക്കാതെ വെച്ചാലാണ് കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൈ മാക്സിമം ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിലേക്ക് ഭാരം കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട്
മുട്ടിലേക്ക് എന്ത് ചെയ്യട്ടെ, ടച്ച് വരരുത്. മാക്സിമം കൈ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ വെച്ചാൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിലേക്ക് ഭാരം കൊടുത്തിട്ട് കൈ ഒരിക്കലും മടക്കരുത്. ഓക്കെ, അതാണ് കാര്യം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. മൂന്നാമത് വരുന്നത് എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കാല് രണ്ടും, അത് നമ്മൾ പ്രസ് ആൻഡ് സ്റ്റാൻഡിൻ്റെ ഒരു സ്റ്റൈലാണ്, അതും ബേസിക്സ് ആണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസ് ആൻഡ് സ്റ്റാൻഡും ഹാൻഡ് സ്റ്റാൻഡും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മൾ കാല് കുറച്ച് വേണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, കയ്യിലേക്ക് നമ്മൾ താങ്ങണം. ഇപ്പോൾ ഫോർ സ്റ്റാൻഡ് ചെയ്താൽ കയ്യിലേക്ക് താങ്ങിയിട്ട് നമ്മൾ കാലുകൾ എന്ത് ചെയ്യണം, മാക്സിമം ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം, കയ്യിൽ ഇറക്കി. ഓക്കെ, പിന്നെ കാല് ബാക്കിൽ വെച്ചിട്ട് കാല് മാക്സിമം ചെയ്യണം, കാലിൻ്റെ അടുത്ത് ഉയർത്തി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എക്സസൈസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് മാക്സിമത്തിൽ ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും, 100% ഉറപ്പാണ്. കാരണം എൻ്റെ അനുഭവ സമ്പത്താണ്. പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വർക്കൗട്ട്. ഇപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ, 1 ഡേ വർക്ക്ഷോപ്പ്, അതുപോലെ ഇൻസ്റ്റാ യൂട്യൂബ് ട്യൂട്ടോറിയൽ മതി എന്നുള്ളവർ അങ്ങനെ ആവും. 3ാമത് പേഴ്സണൽ ട്രെയിനിങ്. ഓഫ്ലൈൻ അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. താല്പര്യം എന്താ പറയുക, അതിൽ അറിയിക്കുക. ഇപ്പം ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലത്തെ വീഡിയോസ് അതിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഷെയറാക്കാം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ പിന്തുണ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.